പോക്സോ കേസിൽ പ്രതിയായ തിരുവനന്തപുരം തൊളിക്കോട് ഇമാം അൽ ഖാസിമിക്കെതിരെ പെൺകുട്ടി പോലീസിൽ മൊഴി നൽകി. തന്നെ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി ഇപ്പോൾ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം തൊളിക്കോട് ഇമാം അൽ ഖാസിമി ഒളിവിലാണ്. ഇയാൾക്ക് ജാമ്യമെടുക്കാനാണ് പോലീസ് ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചത് എന്ന ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ വൈദ്യപരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. പോക്സോ കേസിൽ പ്രതിയായ തിരുവനന്തപുരത്തെ തൊളിക്കോട് ഇമാം ഷഫീഖ് അൽ ഖാസിമിനെതിരെ പെൺകുട്ടി മൊഴി നൽകി. ഇമാം പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. വനിതാ സിയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയത് മനഃപൂർവ്വമെന്നും പെൺകുട്ടി മൊഴി നൽകി. പെൺകുട്ടിയുടെ രഹസ്യമൊഴി എടുക്കാനും പോലീസ് അനുമതി തേടിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ വൈദ്യപരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. അതേസമയം ഇമാം ഷഫീഖ് അൽ ഖാസിമിക്കായുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. ഷഫീഖ് അൽ ഖാസിമിയെ കണ്ടെത്താനുള്ള ലുക്കൌട്ട് നോട്ടീസ് പോലീസ് ഇന്ന് പുറത്തിറക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനായ നെടുമങ്ങാട് ഡിവൈഎസ്പി ഡി അശോകൻ നോട്ടീസ് ഇറക്കാനുള്ള അനുമതി തേടി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇമാം രാജ്യം വിടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ വിമാനത്താവളങ്ങളിലും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ കീഴടങ്ങണമെന്ന് പോലീസ് ഇമാമിന്റെ അഭിഭാഷകനും സഹോദരനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് ഇമാമിനെതിരെ പോക്സോ പ്രകാരം കേസെടുത്തത്. തൊളിക്കോട് ജമാഅത്തിലെ മുൻ ഇമാം ഷഫീഖ് അൽ ഖാസിമിക്കെതിരെയാണ് വിതുര പോലീസ് കേസെടുത്തത്. പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറാകാത്തതിനാൽ പള്ളിയുടെ പ്രസിഡന്റ് പരാതിയിലാണ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.